ഹായ് ഫ്രണ്ട്സ്, മാധുരം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റാണ്. ഇതൊരു ഡ്രൈ റെസിപ്പിയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ആവശ്യമുള്ളത് 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, എരിവുള്ളതാണെങ്കിൽ ഹാഫ് എടുത്താൽ മതിയാകും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂൺ തൈര് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പുളിയില്ലാത്ത തൈരാണ്. എല്ലാം തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. തൈര് ഒഴിക്കുമ്പോൾ നമുക്ക് ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിന് മുന്നേ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ഫ്രീസറിൽ വെക്കരുത്. അതൊരു പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. എണ്ണ ഫ്രീസ് ആയിട്ടുണ്ട്. അതൊന്ന് മെൽറ്റ് ആവട്ടെ. എണ്ണ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്താൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ചിക്കൻ അതിൽ പാനിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ എല്ലാം തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ചിക്കനും തന്നെ ഇതിലേക്ക് ഇട്ടു. ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. എല്ലാം തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് നമുക്ക് അടിപ്പിടിക്കാൻ ചാൻസ് ഇല്ല. നോർമൽ പാൻ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യണം. നോക്കൂ, എല്ലാം തന്നെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു വശം നമുക്ക് ഫ്രൈ ആയിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് എല്ലാം റെഡിയായി. നമുക്കത് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിന് എക്സ്ട്രാ ഓയിലൊന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ തന്നെ നമുക്കിനി പ്രിപ്പറേഷനും യൂസ് ചെയ്യാം. ഇതവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഒരു 10 ഉള്ളി എടുത്തിട്ടുണ്ടാവും ഞാൻ. അതൊന്നിട്ട് വഴറ്റി കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ഇത് ഒന്നുകിൽ നിങ്ങൾ അരിഞ്ഞ് ചേർക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ച് ചേർത്താൽ മതി. പേസ്റ്റ് ഉപയോഗിക്കേണ്ട. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതൊന്ന് വഴണ്ടതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി, ഒരു മീഡിയം സൈസ് ഉള്ളി ഇട്ടാൽ മതിയാകും. അത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചോളും. ഉള്ളി വഴണ്ടെടുക്കാനുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും, അതിലേക്ക് ഒരു അരിഞ്ഞ തക്കാളി, അതുമിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. നമ്മളിട്ട് ഉള്ളിയും തക്കാളിയും എല്ലാം തന്നെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് മസാലയ്ക്ക് വേണ്ടിയുള്ള ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതെല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചോളൂ. അതെല്ലാം വഴണ്ടതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം.
എല്ലാം നല്ലപോലെ യോജിപ്പിക്കാം. എല്ലാം തന്നെ നല്ലപോലെ ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. ഇതുപോലെ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു 15 മിനിറ്റ്സ് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇതാ നോക്കൂ, നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ആവണം. ഇവിടെ ചിക്കൻ റോസ്റ്റ് റെഡി. നമുക്കൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.